സോ ലൈഫിൽ എല്ലാവർക്കും ഒരു ടൈമുണ്ട്. ആ ടൈം എപ്പോൾ വരും നമുക്ക് പറയാൻ പറ്റില്ല, അതെപ്പോൾ വേണമെങ്കിലും വരാം. സോ ഞാൻ പറയാൻ പോകുന്നത് മനോജ് കുമാറിനെ പറ്റിയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന വ്യക്തി. അതായത് ഫിഫ വേൾഡ് കപ്പിലെ ഓരോ ടീമിനെ പറ്റിയും അയാൾ ഉണ്ടാക്കുന്ന ഓരോ പാട്ടും ഇപ്പോൾ വൈറലാണ്. അതായത് മില്യൺസ് ഓഫ് വ്യൂസാണ്. ഞാൻ ഇയാൾ വീഡിയോസ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, അതായത് പണ്ടൊക്കെ ഇയാൾ വീഡിയോസിൻ്റെ അടിയിൽ കമൻസിൽ ഭയങ്കര വൾഗറായിട്ടായിരുന്നു ഓരോരുത്തരും കമൻസ് ഇട്ടിരുന്നത്. അതായത് പണ്ട് അയാൾ ഓരോ പാട്ടുകൾ ഉണ്ടാക്കി പാടും, പിന്നെ പല പല പരിപാടികൾക്കും അയാൾ പോയിട്ട് അയാൾ ഡാൻസ് കളിക്കും. അതിൻ്റെയൊക്കെ അടിയിൽ വരുന്ന ഓരോ കമൻസുകൾ നമുക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. സോ അവരെയും കൊണ്ട് അയാൾ മാറ്റിപ്പറപ്പിച്ചു. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് അയാളെ വീഡിയോസുകൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഭയങ്കര പോസിറ്റീവായ കമൻസുകളാണ്. അതായത് ഏകദേശം 2.something പോസ്റ്റ് അയാൾ അപ്ലോഡ് ചെയ്തിരുന്നു അയാൾ ഇൻസ്റ്റാഗ്രാമിൽ. ഇപ്പോഴാണ് അയാൾക്കൊരു അത്യാവശ്യം ഫോളോവേഴ്സ് കയറാൻ തുടങ്ങിയത്. അതായത് ഇപ്പോൾ ഒരു 1 വീക്സിൻ്റെ ഉള്ളിൽ. അതായത് അയാളെ പറ്റി പല കാര്യങ്ങളും പലതും പറഞ്ഞപ്പോഴും ട്രോളും പല രീതിയിൽ തെറി പറഞ്ഞപ്പോൾ അയാൾ നെവർ ക്വിറ്റ് നെവർ സ്റ്റോപ്പ്. അയാൾ ചെയ്തുകൊണ്ടേയിരുന്നു, കൺസിസ്റ്റൻസി ആയിട്ട് അയാൾ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരുന്നു. സോ അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമുക്കൊരു പാടാണ് സത്യം പറഞ്ഞില്ല. അതായത് നമ്മൾ ചെയ്യുന്നൊരു കാര്യം, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മളും മനോജിനെ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആരും മൈൻഡ് ചെയ്യാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സോ വൺ ഡേ നമുക്കൊരു ടൈമുണ്ട്. ആ ടൈം വരെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ക്വിറ്റ് ചെയ്യാൻ പാടില്ല, സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, ചെയ്തുകൊണ്ടേയിരിക്കുക. സോ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ മനോജ് കുമാർ.